മഹാകുംഭമേള എന്ന ആ മഹാത്ഭുതം ശുഭകരമായി തന്നെ പര്യവസാനിച്ചു. 66 കോടിയോളം ഭക്തജനങ്ങളാണ് ഗംഗാ സ്നാനം നടത്തിയത്. ഏതാണ്ട് ഭാരതത്തിലെ പകുതിയോളം വരുന്ന ജനസംഖ്യ. ഇത്തരത്തിലുള്ളൊരു പ്രകടനം ഒരു കാലത്തും മറ്റൊരു രാജ്യത്തും ഉണ്ടായിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷെ ഈ മഹാവിജയത്തെ തള്ളിപ്പറയുന്നതും ആക്ഷേപിക്കുന്നതും പുച്ഛിക്കുന്നതും ഈ കേരളത്തിലുള്ള കുറേ മാന്യന്മാരെന്ന് നടിക്കുന്നവരാണ് എന്നുള്ളതാണ് ഒരു ദുഃഖസത്യം. നമ്മൾ ഈയിടെ കേട്ടു, ഏഷ്യാനെറ്റിൻ്റെ ഒരു അവതാരിക സിന്ധു സൂര്യകുമാർ എന്നാണ് അവരുടെ പേര്. അവർ പറയുന്നു കേരളത്തിൽ നിന്ന് ആൾക്കാർ അതിൽ പങ്കെടുത്തിരിക്കുന്നു. ഒരു അത്ഭുതം, അതാണ് അവരുടെ അത്ഭുതം. എന്താ കാരണം? കേരളം ഒരു സാക്ഷര കേരളമാണെന്നാണ്. എന്താണ് ഈ ഇവരുടെ സാക്ഷരത എന്തെന്നുള്ളത് നമുക്ക് പിന്നീട് ആലോചിക്കാം. ഏതായാലും എനിക്ക് ആദ്യമായിട്ട് ഈ സിന്ധു ശ്രീകുമാറിനോട് പറയാനുള്ളത്, നിങ്ങളുടെ ഈ പേര് മാറ്റണം ഉടൻ തന്നെ. സിന്ധു എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഹിന്ദുത്വത്തിൻ്റെ കളിത്തൊട്ടിലായിരുന്ന ഒരു നദിയുടെ പേരാണ്. അതിൻ്റെ തടാകത്തിലാണ് ഇതെല്ലാം വിളങ്ങി വന്നത്. അത് ഹിന്ദുത്വത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ അറബികൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പോൾ അവർ കണ്ടു സിന്ധു നദിയും അതിനോടൊപ്പം ചേർന്ന് ജീവിക്കുന്ന ജനസമൂഹത്തെയും. അവരതിനെ സിന്ധുക്കൾ എന്ന് വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവരുടെ നാക്ക് വഴങ്ങാത്തത് കൊണ്ട് ഹിന്ദൂസ് എന്നാണ് അവരെ അഭിസംബോധന ചെയ്തത്. നമുക്കറിയാം, ഈ ഭാഷാന്തരങ്ങൾ, ഈ ഉച്ചാരണ വൈകല്യം മൂലം പല വാക്കുകളും മാറിയും തിരിഞ്ഞും വരും. പക്ഷേ സായിപ്പ് വന്നപ്പോൾ ഈ ഹിന്ദു എന്നുള്ളത് ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സായിപ്പ് ഇന്തെന്നും പറഞ്ഞു. ഇപ്പോൾ സിന്ധു ഹിന്ദു ആയി, അത് ഇന്തായി. ഈ ഒരു രാജ്യത്തെ ജനങ്ങളുടെ പേരിനോടൊപ്പം ഇയാ ചേർക്കുമ്പോൾ ആ നാടിൻ്റെ പേരാകും. റൂസ് വംശജർ താമസിക്കുന്ന നാട് റഷ്യയാണ്, കംബോഡിയ, ചെക്കോസ്ലോവാക്യ തുടങ്ങിയതുപോലെ. അപ്പം ഹിന്ദുക്കളുടെ നാടാണിത്. അപ്പോൾ ഹിന്ദു എന്ന പദം, അല്ലെങ്കിൽ ഹിന്ദു എന്ന വിളിക്കപ്പെടുന്ന ജനസമൂഹത്തിൻ്റെ ഉത്ഭവം സിന്ധു നദിയുടെ തീരത്ത് നിന്നാണ്. അപ്പോൾ സിന്ധു എന്ന് പറയുന്നത് ഈ നിരക്ഷര കുക്ഷികളെ സൃഷ്ടിച്ച ഒന്നാണ്. അപ്പോൾ ഹിന്ദുക്കളുടെ ഗർഭപാത്രം എന്ന് പറയുന്ന സിന്ധുവാണ്. അപ്പോൾ അങ്ങനെ ഹിന്ദുവിൻ്റെ ഗർഭപാത്രമാകുന്ന സിന്ധു എന്ന പേര്, അലയോ സിന്ധുക്കുട്ടി, എത്രയും പെട്ടെന്ന് നിങ്ങൾ എടുത്തു കളയണം. പിന്നെ സൂര്യകുമാർ ഭർത്താവാണോ അച്ഛനാണോ എന്താണെന്ന് അറിയില്ല. പക്ഷെ സൂര്യകുമാർ എന്നുള്ള പേരും ഉടനെ മാറ്റണം. കാരണം ഹിന്ദുക്കൾ ഏറ്റവും വളരെ ആവേശത്തോടും വിശ്വാസത്തോടും കൂടി ആരാധിക്കുന്ന ഒരു ദേവനാണ് സൂര്യൻ. എല്ലാം സൂര്യൻ്റെ സാന്നിധ്യത്തിൽ ചെയ്യണം എന്നുള്ളതാണ് വിശ്വാസം. സൂര്യഗായത്രി ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. അല്ലയോ സൂര്യഭഗവാനെ, ഈ ലോകത്തിന് മുഴുക്ക വെളിച്ചവും ഐശ്വര്യവും നൽകുന്ന നിന്റെ ഈ പ്രകാശം ഞങ്ങളുടെ ബുദ്ധിശക്തിയെയും പ്രചോദിപ്പിക്കട്ടെ, പ്രോജ്വലമാക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഈ നിരക്ഷര കുക്ഷികളുടെ പ്രാർത്ഥനാമൂർത്തിയുടെ പേരാണ് സൂര്യൻ. അതുകൊണ്ട് സിന്ധുക്കുട്ടി, സൂര്യൻ എന്നുള്ളത് എത്രയും പെട്ടെന്ന് എടുത്ത് കളയണം. അപ്പോൾ സിന്ധു സൂര്യകുമാർ എന്നുള്ള പേര് മാറ്റിയിട്ട് വല്ല മൈമുനയെന്നോ മറിയാമ്മയെന്നോ മറ്റു പേര് സ്വീകരിച്ചുകൊണ്ട് വേണം ഇനി അങ്ങോട്ട് ജീവിക്കേണ്ടത്. അല്ലെങ്കിൽ സിന്ധുക്കുട്ടിയും നിരക്ഷര കുക്ഷികളുടെ പട്ടികയിൽ പെട്ടുപോകും. അപ്പോൾ ഇവരുടെ ഈ കേരളം എന്ന് പറയുന്നത് സാക്ഷരതയുടെ നാടാണെന്നാണ് അവർ പറയുന്നത്. നമ്മൾ കണ്ടു, അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ഒരു ഇരുണ്ട ദിനങ്ങളല്ല, വർഷങ്ങൾ, 19 മാസം ഈ രാജ്യത്തെ സമസ്ത ജനങ്ങളുടെയും സ്വാതന്ത്ര്യത്തെയും അവകാശത്തെയും ധ്വംസിച്ചുകൊണ്ട് ഒരേകാധിപതി ഇവിടെ ഭരണം നടത്തിയിട്ട് അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അവരുടെ പാർട്ടി കേരളമൊഴിച്ചുള്ള മറ്റ് 90% സംസ്ഥാനങ്ങളിൽ അവർ വട്ടപൂജ്യം നേടിയപ്പോൾ
കേരളത്തിൽ 100-ൽ 100, 20-ൽ 20 സീറ്റ് നേടിക്കൊടുത്ത പരമവിഡ്ഢികളുടെ ആണ് ഇവര് സാക്ഷരത എന്ന് പറയുന്നത്. കേരളത്തിലെ ജനങ്ങളാണോ സാക്ഷരത? എഴുതാനും വായിക്കാനും അറിയാമെന്നുള്ളത് കൊണ്ട് അങ്ങ് സാക്ഷരതയാവുന്നത് എങ്ങനെ? നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് കോൺഗ്രസ് രാജ്യം ഭരിക്കായിരുന്നു. അഴിമതി, സ്വജനപക്ഷപാതം, ഈ നേതാക്കന്മാർ കോടാനുകോടി രൂപകൾ വിദേശ ബാങ്കുകളിലൊക്കെ നിക്ഷേപിച്ച് ഈ നാടിൻ്റെ സമസ്ത പുരോഗതിയെയും വളർച്ചയും മുച്ചൂടും നശിപ്പിച്ചു വന്നിരുന്നവരാണ്. പക്ഷേ ഇപ്പോൾ BJP ഭരണം വന്നപ്പോൾ എല്ലായിടവും തിളങ്ങുന്നു, എല്ലായിടവും പുരോഗമിക്കുന്നു, എല്ലായിടവും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊടിപൊടിക്കുന്നു, ജനങ്ങൾ സന്തുഷ്ടരായി ജീവിക്കുന്നു, കള്ളപ്പണം നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ വന്നപ്പോൾ ഇത് കൊണ്ടുവന്നവരെ അല്ല ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ ആദരിക്കുന്നതും സ്വീകരിക്കുന്നതും. അതാണ് സിന്ധുക്കുട്ടി പറയുന്നത്. അപ്പോൾ അതാണ് നന്മയെ, വളർച്ചയെ, ഉയർച്ചയെ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ, ആ പ്രവർത്തിക്കുന്നവരെ എതിർക്കലാണ് സാക്ഷരത എന്നാണ് ഈ സിന്ധുക്കുട്ടി പറയുന്നത്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവിയായിരിക്കണം. കമ്മ്യൂണിസം എന്ന് പറയുന്നത് നിലനിൽക്കണമെങ്കിൽ, വളരണമെങ്കിൽ അരക്ഷിതാവസ്ഥയും പട്ടിണിയും പരിവട്ടവും ഇങ്ങനെ യഥേഷ്ടം നടമാടണം. അങ്ങനെയാണെങ്കിലേ ഈ അവരുടെ ആശയം. പിന്നെ ഈ സിന്ധുക്കുട്ടിയെ പോലെയുള്ളവരുടെ ആരാധനാമൂർത്തികൾ ആരൊക്കെയാണെന്നറിയാമോ? ഈ രാജ്യത്തെ വെട്ടിമുറിക്കാൻ നിൽക്കുന്ന വിഘടനവാദ ശക്തികളെയാണ്. അതേപോലെ ഈ രാജ്യത്തെ മതങ്ങളുടെ പേരിൽ മറ്റ് ഇതര മതങ്ങളുടേതായ രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഇവരുടെ പ്രവർത്തനങ്ങളും പറച്ചിലുമെല്ലാം. അങ്ങനെ തികഞ്ഞ രാജ്യദ്രോഹം നടമാടുന്ന കേരളം, ഈ ലോകത്ത് ഏറ്റവും അധികം തീവ്രവാദ ശക്തികൾ അഴിഞ്ഞാടുന്ന കേരളം, തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഈറ്റില്ലമായ കേരളം, ആ കേരളത്തെക്കുറിച്ചാണ് ഈ വിഡ്ഢി പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ സാക്ഷരതരാണെന്ന്. എന്തൊരു വിഡ്ഢിത്തരമാണ്. അതുകൊണ്ട് സിന്ധുക്കുട്ടി ഏതായാലും സിന്ധുക്കുട്ടി ഇവിടെ ഈ വിശ്വാസത്തെ വെച്ച് പുലർത്തിക്കൊണ്ട് തന്നെ ജീവിച്ചോളൂ. പക്ഷേ പേര് മാറ്റണം. ഇവിടുത്തെ ഈ നിരക്ഷര കുക്ഷികളുടെ ദൈവങ്ങളെയും അവരുടെ ആ സംസ്കാരത്തെയും പ്രോജ്വലിപ്പിക്കുന്ന നാമവും പേറി ഇനി മേലാൽ ഈ തരത്തിലുള്ള വിവരക്കേടുകൾ പറയരുത് എന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കാനാണ് ഈ ഒരു ചെറിയ വീഡിയോ ചെയ്തിട്ടുള്ളത്.